ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ മെയിൻ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് എല്ലാ ആൾക്കാർക്കും വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ടൈപ്പിനെ കുറിച്ചാണ്, ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡിനെ കുറിച്ചാണ്. സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, മ്യൂച്വൽ ഫണ്ടിൽ രണ്ട് രീതിയിലാണ് മെയിൻ ആയിട്ട് നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റുന്നത്. ഒന്ന് ലംസം, രണ്ടാമത്തത് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ, SIP. അപ്പോൾ ലംസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വൺ ടൈം ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. നമ്മളുടെ കയ്യിൽ ഫണ്ട് ഉണ്ട്, നമ്മളത് ഫണ്ട് നമ്മൾ ഏതെങ്കിലും സ്കീംസിലായിട്ട് നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ഒറ്റ തവണയായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ പോലെ ചെയ്യാം. ഈ എന്താണ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ എന്ന് പറഞ്ഞാൽ, വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാങ്കിൽ എങ്ങനെയാണോ RD ഫംഗ്ഷൻ ചെയ്യുന്നത്, അതുപോലെയാണ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ഫംഗ്ഷൻ ചെയ്യുന്നത്. നമുക്കിവിടെ SIP എന്ന് പറയുന്ന ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി, അതിന് പല രീതിയിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. മന്ത്ലി ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, വീക്ക്ലി ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, ഡെയിലി ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, ക്വാർട്ടർലി ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ട്. അങ്ങനെ പല ടെന്യൂഴ്സിൽ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം. എന്നാലും ജനറൽ ആയിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ പറയാനാണെങ്കിൽ, നമ്മൾ മന്ത്ലി SIP അല്ലെങ്കിൽ മന്ത്ലി ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ് ജനറലി നമ്മൾ SIP കൺസിഡർ ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്താണ് ഈ SIP ചെയ്യുമ്പോഴുള്ള ഗുണം? SIP ചെയ്യുമ്പോഴുള്ള ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് മാർക്കറ്റ് ടൈമിങ്ങിനെ കുറിച്ച് നമുക്ക് വെറി ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് മാർക്കറ്റ് താഴെ നിൽക്കുന്ന സമയത്ത് തന്നെ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് പല ആൾക്കാരും പറയുന്ന കേട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ മാർക്കറ്റ് കറക്റ്റിംഗ് ഫേസിൽ അല്ലെങ്കിൽ കറക്റ്റഡ് ആയി നിൽക്കുന്ന സമയത്ത് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക, മാർക്കറ്റിനെ ടൈം ചെയ്യുക എന്നൊക്കെ പറയുന്ന ഒരു കാര്യമാണ്. മോസ്റ്റ് പ്രോബബ്ലി നടക്കാൻ ചാൻസ് ഇല്ലാത്തൊരു കാര്യമാണ്. വളരെ റെയർ ആയിട്ട് മാത്രമാണ് കറക്റ്റ് ടൈമിങ്ങിൽ നമുക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുക. കാരണം നമ്മൾ എല്ലാവരും നമ്മളുടെ ഓൺ പ്രൊഫഷനിൽ അല്ലെങ്കിൽ നമ്മുടെ ലൈഫുമായിട്ട് ബിസി ആയിട്ടുള്ള ആൾക്കാരാണ്. നമുക്ക് എപ്പോഴും മാർക്കറ്റിനെ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നമ്മൾ പെർഫെക്റ്റ്ലി മാർക്കറ്റിൽ എൻ്റർ ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. ആൻഡ് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുടെ സ്റ്റോറീസ് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അതെല്ലാം ഒന്നുകിൽ അവര് ഒട്ടും എക്സ്പെക്ട് ചെയ്യാതെ അവരുടെ കയ്യിൽ ഫണ്ട് ഉണ്ടായിരുന്നു, അവർ ഇൻവെസ്റ്റ് ചെയ്തു, അത് എന്തോ ഭാഗ്യത്തിന്, ദൈവഭാഗ്യത്തിന് ആ കറക്റ്റ് ടൈമിങ്ങിലായി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇത് ആരും പ്രീ പ്ലാൻ ചെയ്തിട്ട് കൊണ്ടുപോയി കറക്റ്റ് മാർക്കറ്റ് താഴെ നിൽക്കുന്ന സമയത്ത് നോക്കി ഇൻവെസ്റ്റ് ചെയ്യുന്നതല്ല. സോ ഇറ്റ് ഹാപ്പൻസ്. അത് നടന്നു പോകുന്ന ഒരു പ്രക്രിയയാണ്, അല്ലാതെ ആരും അത് പ്ലാൻ ചെയ്യുന്നതല്ല. അങ്ങനെയാണെങ്കിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് മാർക്കറ്റ് ഡൗൺ ആയിരിക്കുന്ന സമയത്ത് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇത് ചെയ്യാനോ അല്ലെങ്കിൽ ഈ മാർക്കറ്റിന്റെ ആ ഒരു ഫ്ലോ അല്ലെങ്കിൽ മാർക്കറ്റിന്റെ ട്രാക്കിംഗ് കറക്റ്റ് ടൈമിൽ ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്കൊക്കെയാണ് ഈ SIP അല്ലെങ്കിൽ റിസർച്ച് ചെയ്ത് ഇരിക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന, ഇതിനു വേണ്ടി കോമ്പൻസേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് SIP എന്ന് പറയുന്നത്. അതായത് നമ്മളെ പോലെയുള്ള എല്ലാ ജനങ്ങൾക്കും, നോർമൽ ആയിട്ടുള്ള എല്ലാ ആൾക്കാർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആണ് SIP എന്ന് പറയുന്നത്. ഇപ്പൊ SIPയിലെ ഗുണം എന്താണ്? മാർക്കറ്റ് കയറി നിൽക്കുന്ന സമയത്തും ഇൻവെസ്റ്റ്മെന്റ് കിട്ടും, മാർക്കറ്റ് താഴ്ന്നു നിൽക്കുന്ന സമയത്തും ഇൻവെസ്റ്റ്മെന്റ് കിട്ടും, മാർക്കറ്റ് സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്ന സമയത്ത്, അതായത് ഒരു കോമൺ ഒരു ഫ്ലാറ്റ് ലൈൻ പോലെ പോകുന്ന സമയത്ത് നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് കിട്ടും. അറ്റ് ദി എൻഡ് ഓഫ് ദി ടെന്യൂർ, നമ്മുടെ SIPസിന്റെ ടെന്യൂറിന്റെ എൻഡൊക്കെ എത്തുന്ന സമയത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. അതായത് ആവറേജ് പ്രൈസിൽ നമ്മൾ വാങ്ങിച്ചിരിക്കുന്ന ആവറേജ് പ്രൈസ് നോക്കിക്കഴിഞ്ഞാൽ അതൊരു ആവറേജ് വാല്യൂ ആണ്. അതായത് ഒരിക്കലും ഹയറോ അല്ല, അതായത് നമ്മൾ എൻട്രി ചെയ്തിരിക്കുന്ന ഹയർ ഫേസിലുള്ള സമയത്തോ അല്ല എൻട്രി ചെയ്തിരിക്കുന്ന ലോവർ ഫേസിലുള്ള സമയത്തല്ല എൻട്രി ചെയ്തിരിക്കുന്നത്. ഇതിന്റെ രണ്ടിന്റെയും ഓൾമോസ്റ്റ് മിഡിൽ പോർഷനിലായിരിക്കും. അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ടെന്യൂറാണ് പറയുന്നത്. 15 ഇയേഴ്സ് ആണെങ്കിൽ ഈ 15 ഇയേഴ്സിന്റെ ഇടയ്ക്ക് മാർക്കറ്റ് ഏറ്റവും കൂടുതൽ കയറിയിരിക്കുന്ന സമയം ഉണ്ടാവും, ഈ 15 ഇയേഴ്സിന്റെ ഇടയ്ക്ക് മാർക്കറ്റ് താഴ്ന്നു നിൽക്കുന്ന സമയം ഉണ്ടാവും. അപ്പം ഇതിന്റെ രണ്ട് സമയത്തും അല്ല നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ ഒരു ആവറേജ് ഔട്ട് ചെയ്തിരിക്കുന്ന ഒരു ഫേസിലാണ് എന്നുള്ള ഒരു പ്രതീതി അവിടെ ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവുന്നതിന്റെ ഗുണം എന്താണ്? ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഹയർ പ്രൈസിൽ കൂടുതലും വാങ്ങിച്ചിട്ടില്ല, ലോവർ പ്രൈസിലും കൂടുതൽ വാങ്ങിച്ചിട്ടില്ല. ഒരു ബാക്കിയുള്ള ആൾക്കാരുടെ കണക്ക് വെച്ച് നോക്കുമ്പോഴത്തേനും നമ്മൾ എപ്പോഴും ഒരു സേഫർ സൈഡിലാണ്. നമ്മൾ ടു ലോവോ അല്ല, ടു ഹയറും അല്ല. അപ്പൊ നമ്മളുടെ റിട്ടേൺസ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല കോമ്പാക്ട് റിട്ടേൺസ് ആയിരിക്കും. അപ്പോൾ നമ്മളുടെ ഗോൾസ് നമുക്ക് പെട്ടെന്ന് അച്ചീവ് ചെയ്യാനുള്ള ചാൻസസും ഹയർ ആണ്, നമ്മൾ സിസ്റ്റമാറ്റിക്കലി ഈ പറയുന്ന ഇൻവെസ്റ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ. ഈ SIP എന്ന് പറയുന്നതിന്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്നാണ് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് തന്നെ തീരുമാനിക്കാന്നുള്ളതാണ്. എത്ര വർഷം നമുക്ക് ഇത് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത് നമുക്ക് തന്നെ തീരുമാനിക്കാവുന്നതാണ്. എത്ര എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത് നമുക്ക് തന്നെ തീരുമാനിക്കാവുന്നതാണ്. അതായത് നമ്മളുടെ കയ്യിൽ ഇല്ലാത്തതായിട്ടുള്ള കാര്യങ്ങളല്ല എല്ലാം. നമ്മളുടെ മന്ത്ലി ഇൻകം എങ്ങനെയാണ് വരുന്നത്, ഏത് ദിവസമാണ് വരുന്നത് എന്നുള്ളത് ജഡ്ജ് ചെയ്തിട്ട് നമുക്ക്, അല്ലെങ്കിൽ നോക്കിയതിനു ശേഷം നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാം. എമൗണ്ട് നമുക്ക് എപ്പോഴും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു എമൗണ്ട് നമുക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, ടെന്യൂർ നമുക്ക് ചൂസ് ചെയ്യാം. അപ്പൊ നമ്മളുടെ എൻഡ് ഗോൾ, നമ്മൾ ഈ ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റിന്റെ
എൻഡ് ഗോൾ എന്താണ്, നമ്മളെ എയിം എന്താണ് എന്നുള്ളത് ഫിക്സ് ചെയ്തിട്ട് ആ എയിം അച്ചീവ് ചെയ്യാൻ ഇപ്പോ എന്റെ കയ്യിലുള്ള ഫണ്ട് വെച്ചിട്ട് ഞാൻ SIP സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വർഷം കൊണ്ട് എനിക്ക് ഈ അച്ചീവ്മെന്റ് അറ്റൈൻ ചെയ്യാം എന്നുള്ളതൊക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഇപ്പോൾ ഉണ്ട്. അപ്പോൾ കറന്റ്ലി എന്റെ സാലറി എന്ന് പറയുന്നത് ഒരു 50,000 ആണെന്നിരിക്കെ എനിക്ക് 5,000 റുപ്പീസ് SIP ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഈ 5,000 റുപ്പീസ് വെച്ച് ഞാൻ SIP ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഒരു 1.52 ക്രോഡ്സ് വരെയുള്ള പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ 2 ക്രോഡ്സ് വരെയുള്ള ഒരു കോർപ്പസ് എന്നത്തേക്കകം നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. അസ്യൂമിങ് ഒരു സർട്ടൺ പെർസെന്റേജ് ഓഫ് റിട്ടേൺസ് ഒക്കെ എനിക്ക് കിട്ടുകയാണെങ്കിൽ എനിക്ക് എന്നത്തേക്ക് ഇത് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ SIP-യിൽ നമുക്കുള്ള വേറൊരു ഫെസിലിറ്റിനെ കുറിച്ചാണ് ഇപ്പൊ പറയാൻ പോകുന്നത്. ഇതിനകത്തൊരു ടോപ്പ് അപ്പ് ഫെസിലിറ്റി ഉണ്ട്. SIPs-ന് എല്ലാ SIPs-നും ടോപ്പ് അപ്പ് ഫെസിലിറ്റി ഉണ്ട്. ഈ ടോപ്പ് അപ്പ് ഫെസിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇപ്പോൾ എല്ലാ വർഷവും നമ്മളുടെ സാലറിയിൽ ചെറിയൊരു ഇൻക്രിമെന്റ് ഉണ്ടാവും. 7%, 10%, 15% ഒക്കെ ഇൻക്രിമെന്റ് നമ്മളുടെ സാലറിയിൽ ഉണ്ടാവും. ഇത് കൂടാതെ നമുക്ക് പ്രൊമോഷൻസ് ഉണ്ടാവും. പ്രൊമോഷൻസ് വരുമ്പോൾ നമ്മുടെ സാലറി സ്കെയിൽ വീണ്ടും മാറും. സോ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ഞാൻ SIP സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്ക് 5,000 രൂപ മാത്രമേ SIP സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ആ സമയത്ത് എൻ്റെ കയ്യിൽ 5,000 രൂപ മാത്രമാണ് ഒരു മന്തിൽ എനിക്ക് SIP അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. പക്ഷേ എവറി ഇയർ എനിക്ക് ഇൻക്രിമെന്റ് കിട്ടുന്നുണ്ട്. എന്റെ സാലറിയിൽ ഒരു 10% ഹൈക്ക് വരുന്നുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് എനിക്ക് എല്ലാ വർഷവും എന്റെ സാലറി 10% കൂടി. സാലറി 10% കൂടുന്നതിനനുസരിച്ച് നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ് കപ്പാസിറ്റിയും കൂടും. അപ്പൊ അങ്ങനെ വരുന്ന സമയത്താണ് ഈ ടോപ്പ് അപ്പ് ഫെസിലിറ്റി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക. ടോപ്പ് അപ്പ് ഫെസിലിറ്റി 2 തരത്തിലുണ്ട്. ഒന്ന് നമുക്ക് ഹാഫ് ഇയർലി ആയിട്ട് ടോപ്പ് അപ്പ് ചെയ്യാം, ഇല്ലെങ്കിൽ ഇയർലി ടോപ്പ് അപ്പ് ചെയ്യാം. ഈ ടോപ്പ് അപ്പിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ 5,000 വെച്ച് സ്റ്റാർട്ട് ചെയ്തു. ഒരു വർഷം കഴിഞ്ഞു എന്റെ സാലറി 10% ഇൻക്രീസ് ആയി. എനിക്ക് 50,000 എന്നുള്ളത് 55,000 ആയി. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം? എനിക്ക് വേണമെങ്കിൽ ഒരു 500 റുപ്പീസോ അല്ലെങ്കിൽ ഒരു 1,000 റുപ്പീസോ കൂടുതലായിട്ട് SIP-യിൽ ചെയ്ത് പോകാൻ പറ്റും അടുത്ത ഒരു വർഷത്തേക്ക്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? എന്റെ SIP രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ടോപ്പ് അപ്പ് ഫെസിലിറ്റി എനേബിൾ ചെയ്യുക. അതിനകത്തൊരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് നമുക്ക് ടിക്ക് ചെയ്ത് വിടാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഹാഫ് ഇയർലി ആണോ അല്ലെങ്കിൽ ഇയർലി ടോപ്പ് അപ്പ് വേണോ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ എമൗണ്ട്, ഡിഫോൾട്ട് എമൗണ്ട് അവിടെ ഉണ്ട്. മിനിമം 500 ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. 500 അതിൽ മേളിലുള്ള എമൗണ്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, ടോപ്പ് അപ്പ് ചെയ്യാം അഡീഷണൽ ആയിട്ട്. അതായത് 5,000 ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് വേണമെങ്കിൽ 5,500 6,000 അതിന് മേലോട്ട് എത്ര വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ഈ ഒരു ഫെസിലിറ്റി ആദ്യമേ ഇട്ട് കഴിഞ്ഞാൽ ഉള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സാലറി അല്ലെങ്കിൽ നമ്മുടെ ലിവിങ് സ്റ്റാൻഡേർഡ് കൂടുന്നതിനനുസരിച്ച്, നമ്മുടെ സാലറി കൂടുന്നതിനനുസരിച്ച് നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ് കപ്പാസിറ്റിയും കൂടുന്നുണ്ട്. ആ കൂടുന്ന കപ്പാസിറ്റി നമ്മൾ SIP ആയിട്ട് നമ്മളിവിടെ ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്, ഡിസിപ്ലിൻഡ് ആയിട്ട് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെ പോകുമ്പോൾ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു 15 ഇയേഴ്സ് കൊണ്ട് ഒരു 2 ക്രോഡ്സ് ബിൽഡ് ചെയ്യാം എന്ന് വിചാരിക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോ ആണെങ്കിൽ നമ്മൾ ഈ ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോ നമ്മുടെ എയിം 15 ഇയേഴ്സ് വരെ പോകണം എന്നില്ല. അതിന് മുമ്പ് വെച്ച് തന്നെ നമ്മൾ നമ്മളുടെ എയിം അച്ചീവ് ചെയ്യും. അതായത് ഈ 2 ക്രോഡ്സ് എന്ന് ഉദ്ദേശിക്കുന്ന ഫിഗർ നമുക്ക് വേണമെങ്കിൽ ഒരു 10 ഇയർ, 11 ഇയർ, 12 ഇയേഴ്സിലൊക്കെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും നമ്മൾ ഈ ടോപ്പ് അപ്പ് ഫെസിലിറ്റി വൈസ്ലി യൂസ് ചെയ്ത് പോവുകയാണെങ്കിൽ. ഓക്കെ, അതുപോലെ ഈ ടോപ്പ് അപ്പ് ഫെസിലിറ്റിയിലും നമുക്കൊരു അപ്പർ ലിമിറ്റ് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അതായത് എനിക്കിപ്പോൾ 5,000 റുപ്പീസ് SIP ചെയ്യുന്നുണ്ട്. എവറി ഇയർ എനിക്കൊരു 1,000 റുപ്പീസ് വെച്ചിട്ട് കൂടണം. ഓക്കെ, പക്ഷെ ഇത് ഒരു 10,000 റുപ്പീസിന് മേളിൽ പോകാനും പാടില്ല. അതായത് ഇപ്പൊ 5,000 ചെയ്തുകൊണ്ടിരിക്കുന്നു, അടുത്ത വർഷം വരുമ്പോഴത്തേനും 1,000 റുപ്പീസ് കൂടി 6,000 ആകുന്നു, അതിന്റെ അടുത്ത വർഷം 7,000 ആകുന്നു, അതിന്റെ അടുത്ത വർഷം 8,000 ആകുന്നു, അത് കഴിഞ്ഞ് 9,000 ആകുന്നു, അത് കഴിഞ്ഞ് 10,000 ആകുന്നു. പക്ഷെ ഈ 10,000 ആയതിനു ശേഷം പിന്നെയുള്ള വർഷങ്ങളിൽ ഈ ടോപ്പ് അപ്പ് ആവണ്ട. അതായത് 10,000 തന്നെ മെയിൻറ്റെയിൻ ചെയ്താൽ മതി. 11,000 12,000 ഒന്നും കയറി പോകണ്ട എന്ന് വേണമെങ്കിൽ നമുക്ക് ഫിക്സ് ചെയ്യാം. സോ അവിടെ നമുക്ക് അത്രയും ഫെസിലിറ്റീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. ഒരു ഇൻവെസ്റ്റർ എന്നുള്ള ഉള്ള ഒരാൾക്ക് അത്രയും ഫെസിലിറ്റീസും അത്രയും ഫ്ലെക്സിബിലിറ്റിയും നമുക്ക് തരുന്ന ഒരു കൈൻഡ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആണ് ഈ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ. എൻ്റെ ഒരു അഭിപ്രായം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരു പ്രക്രിയ നമ്മൾ സ്റ്റുഡൻസ് ആയിരിക്കുന്ന സമയത്ത് മുതലേ നമ്മൾ ചെയ്തു വരേണ്ടതാണ്. കാരണം സേവിങ്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ പഠിക്കേണ്ടതാണ്. ഇപ്പോൾ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ഇപ്പൊ പിള്ളേരാണ്, തീരെ ചെറിയ പിള്ളേരാണ്, നമുക്കത് അവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്ക് ഇൻകം ഒന്നുമില്ല. സോ അവർക്ക് വേണ്ടിയിട്ട് പാരന്റ്സിനും നമുക്ക് ഈ പറയുന്ന SIPs സ്റ്റാർട്ട് ചെയ്യാവുന്നതുള്ളൂ. കുട്ടികളുടെ പേരിൽ മ്യൂച്വൽ ഫണ്ട്സിലോ അല്ലെങ്കിൽ ഇതുപോലുള്ള ഏത് ഇൻവെസ്റ്റ്മെന്റ്സിലാണെങ്കിലും നമുക്ക് ചെറിയൊരു എമൗണ്ട് വെച്ചിട്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് പോകാൻ പറ്റും. അപ്പം ഒരു 15 അല്ലെങ്കിൽ 18 വയസ്സൊക്കെ ആയ ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ 15 വയസ്സ്, നമുക്ക് മൈനറിന്റെ കാര്യം പറയാം, 15 വയസ്സാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് പാരന്റ്സിന് വേണമെങ്കിൽ ഒരു 1,000 റുപ്പീസോ 2,000 റുപ്പീസോ മന്ത്ലി SIP എന്നുള്ള രീതിയിൽ അവർക്ക് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം അവരുടെ പഠിത്തത്തിന്റെ ഫേസ് കഴിഞ്ഞ് അവര്
സ്വന്തമായിട്ട് ഇൻകം ഏൺ ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് അവരുടെ ഈ SIP അവർക്ക് മേജർ ആവുമല്ലോ. ഇപ്പം 18 ഇയേഴ്സ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും മേജർ ആവും. മേജർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് സ്വന്തമായിട്ട് ഈ പോർട്ട്ഫോളിയോസ് മാനേജ് ചെയ്ത് പോകാൻ പറ്റും. അങ്ങനെ വരുന്ന സമയത്ത് അവർക്ക് എപ്പോഴാണോ ഇൻകം ഉണ്ടാവുന്നത്, ആ ഇൻകം ഉണ്ടാവുന്ന സമയം മുതൽ അവർക്ക് ആ SIPs കണ്ടിന്യൂ ചെയ്ത് പോകാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴാണോ നമ്മൾ സാലറീഡ് ആവുന്നത്, നമുക്ക് ഒരു ഇൻകം എന്ന് മുതലാണോ നമുക്ക് സ്റ്റേബിൾ ഇൻകം കിട്ടി തുടങ്ങുന്നത്, ആ സമയം മുതൽ തന്നെ ചെറിയ എമൗണ്ട് ആണെങ്കിൽ ചെറിയ എമൗണ്ട് നമ്മൾ SIP ആയിട്ട് ചെയ്ത് തുടങ്ങും. ഈ SIPയുടെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളത് സ്റ്റാർട്ട് ചെയ്ത ഉടനെ നമ്മളുടെ വാല്യൂഷൻസും കാര്യങ്ങളും നോക്കുമ്പോൾ വളരെ അട്രാക്റ്റീവ് ആയിട്ട് തോന്നില്ല. നമ്മളുടെ ഫണ്ട് എത്ര നോക്കിയാലും മാർക്കറ്റ് നല്ല രീതിയിൽ കയറി, മാർക്കറ്റ് 10% 20% കയറി, എന്നിട്ടും എന്റെ ഫണ്ട് കയറുന്നില്ല എന്ന് 5 മാസം മാത്രം SIP ചെയ്ത ഒരു ഇൻവെസ്റ്റർ എന്നെ വിളിച്ച് പറഞ്ഞു. അതായത് അരുൺ സജസ്റ്റ് ചെയ്ത SIP നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, പക്ഷെ അത് 5 മാസമായിട്ടും വലിയ ഗ്രോത്ത് ഒന്നും ഇല്ലല്ലോ അരുണെ എന്നാണ് ചോദിക്കുന്നത്. അപ്പം ഈ ഒരു SIP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2000 രൂപയുടെ SIP ആണ്. അപ്പൊ 2000 രൂപയുടെ SIP നമ്മൾ ആലോചിക്കേണ്ട കാര്യം, നമ്മളെല്ലാം മറ്റേ ഈ റിട്ടേൺസ് പറയുമ്പോൾ ഒരു ഇയർലി രീതിയിലാണല്ലോ പറയുന്നത്, ആനുവലൈസ്ഡ് രീതിയിലാണ് പറയുന്നത്. അപ്പം ഈ ഒരു 2000 റുപ്പീസ് വെച്ച് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു 5 months ഇൻവെസ്റ്റ് ചെയ്താൽ 10,000 റുപ്പീസ് ആണ് നമ്മുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് വാല്യൂ ആയിട്ട് വരുന്നത്. ഈ ഒരു നേരത്തെ പറഞ്ഞ പോലെ മാർക്കറ്റിന്റെ സൈക്കിൾസ് ഉണ്ട്. മാർക്കറ്റ് ചില സമയത്ത് പോസിറ്റീവ് ആയിരിക്കും, ചില സമയത്ത് നെഗറ്റീവ് ആയിരിക്കും, ചില സമയത്ത് സ്റ്റേബിൾ ആയിരിക്കും. ഇതൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ SIP എന്ന് പറയുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 5 monthsലത്തേക്കോ 1 yearലത്തേക്കോ 2 yearലത്തേക്കോ 3 yearലത്തേക്കോ ഒന്നും അല്ല. SIP എന്ന് പറയുന്ന ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ലോങ്ങർ ടെന്യൂറിൽ നമുക്ക് ഒരു കോർപ്പസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് SIP നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന്റെ പെർപ്പസ് തന്നെ അതാണ്. ഷോർട്ട് ടേം അല്ല, ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ആണ്, അല്ലെങ്കിൽ ലോങ് ടേം ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിസ്റ്റമാറ്റിക്കലി ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത്. അതിനാണ് ഈ SIP എന്ന് പറയുന്നത്. സോ നമ്മൾ ഒരിക്കലും ഒരു ഇൻവെസ്റ്റ്മെന്റിനെ വെറും ഒരു 5 months ഓൾഡോ അല്ലെങ്കിൽ 1 year ഓൾഡോ അല്ലെങ്കിൽ ഈവൻ 2 year ഓൾഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റിനെ നമുക്ക് പെട്ടെന്ന് ജഡ്ജ് ചെയ്ത് അത് റോങ് ആണ്, തെറ്റായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണെന്നോ അല്ലെങ്കിൽ അത് മോശമായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണെന്നോ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ആദ്യമേ ജോലി ചെയ്ത് തുടങ്ങുന്ന ഇൻകം വരുന്ന സമയം മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്ത് നമ്മളുടെ സ്റ്റാർട്ട് ചെയ്യുന്ന ഈ SIP എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ നിയർ ടൈം ഫ്യൂച്ചറിൽ നമുക്ക് വേണ്ടിയ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ആവരുത്. നമുക്കൊരു ലോങ്ങർ ടെന്യൂറിൽ ഒരു 10-15 ഇയേഴ്സിന് ശേഷമുള്ള ഒരു ഗോളായിട്ട് വേണം, അല്ലെങ്കിൽ ആ ഒരു ഗോളിന് അച്ചീവ് ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മൾ SIP എപ്പോഴും നോക്കിക്കാണാൻ. അപ്പോൾ ആ ഒരു സൈഡിൽ കൂടെ ഈ ഒരു SIP പൊക്കോണ്ടിരിക്കുകയും ചെയ്യും. ബാക്കിയുള്ള നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ്സും ബാക്കിയുള്ള നമ്മുടെ സേവിങ്സും നമ്മുടെ എക്സ്പെൻസസും എല്ലാം നമ്മളല്ലാത്ത മറ്റു സൈഡിൽ മാനേജ് ചെയ്ത് പോവാം. സോ ഇത് എപ്പോഴും നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ സ്വന്തമായിട്ട് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും എക്സ്പേർട്സ് ആയിട്ടുള്ള ആൾക്കാരുടെ ഒപ്പീനിയൻസ് എടുത്ത് വേണം ചെയ്യാൻ. എപ്പോഴും എക്സ്പേർട്ട് ഒപ്പീനിയൻസ് എടുക്കുമ്പോഴത്തേനും അത് നമുക്ക് കുറച്ചും കൂടെ വാല്യൂ ആഡഡ് ആണ്. അത് ലോങ്ങർ ടെന്യൂറിൽ നമുക്ക് എപ്പോഴും ഹെൽപ്ഫുൾ ആണ്. എല്ലാവരും SIPs ചെയ്യുക. ഞാൻ ഈ പറഞ്ഞ ഈ SIPസിന്റെ കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അത്യാവശ്യം നല്ലൊരു ധാരണയായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വളരെ അധികം ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനാണ് SIP എന്ന് പറയുന്നത്. ഈവൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുട്ടികളടക്കം മുതിർന്ന ആൾക്കാരടക്കം എല്ലാവരും ചെയ്യണം എന്നുള്ള ഒരു റിക്വസ്റ്റ് ആണ് ഞാൻ വയ്ക്കുന്നത്. ഈവൻ അവരുടെ ഇപ്പം ഏർണിംഗ് ഫേസിൽ അത്യാവശ്യം ഒരു 5-6 years ആയിട്ട് ഏർണിംഗ് ചെയ്ത് വരുന്ന ആൾക്കാരാണെങ്കിലും ഇതുവരെ SIP ചെയ്തിട്ടില്ലെങ്കിൽ പോലും സ്റ്റിൽ അവർക്കത് ചെയ്യാം. അതിന്റെ ഗുണങ്ങൾ വളരെയധികം ഉണ്ട്. നമ്മുടെ കുട്ടികൾ ഈവൻ ബിഫോർ നമ്മുടെ മാരേജ്, നമ്മുടെ കല്യാണത്തിന് മുമ്പ് തന്നെ നമുക്ക് വേണമെങ്കിൽ SIPs നമ്മളുടെ പേരിൽ സ്റ്റാർട്ട് ചെയ്യാം. ആ SIP നമ്മൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് നമ്മുടെ കല്യാണം കഴിഞ്ഞ് നമുക്ക് കുട്ടികളുണ്ടായി, കുട്ടികളുടെ പഠിത്തത്തിന്റെ ആവശ്യങ്ങളും ഹയർ സ്റ്റഡീസിന്റെ ഒക്കെ ആവശ്യം വരുന്ന സമയത്ത് നമ്മളുടെ പോക്കറ്റിൽ നിന്നും നമ്മൾ സേവ് ചെയ്ത ഫണ്ട് അല്ലെങ്കിൽ നമ്മളുടെ അക്കൗണ്ടിൽ കിടക്കുന്ന ഫണ്ടിനെ എടുത്തോ അല്ലെങ്കിൽ നമ്മളൊരു ലോൺ എടുത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊണ്ടുപോയി പണയം വെച്ചിട്ടോ നമുക്ക് ഫണ്ട് കണ്ടെത്തേണ്ട ഒരു ആവശ്യം ഒരിക്കലും വരില്ല. നമ്മൾ SIP നമ്മൾ ഇത്രയും പ്രീ പ്ലാൻ ചെയ്ത് നേരത്തെ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തന്നെ ആക്ച്വലി അത്ഭുതപ്പെട്ടു പോകും. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ചെറിയ പ്രായത്തിൽ തുടങ്ങിയ SIP ആണ്. നമ്മളത് നമ്മുടെ മാരേജ് സമയത്ത് നമ്മളത് കണ്ടിന്യൂ ചെയ്തു, മാരേജ് കഴിഞ്ഞ് പിള്ളേരായ സമയത്ത് കണ്ടിന്യൂ ചെയ്തു, പിള്ളേർക്ക് ഒരു 10, 15, 20 വയസ്സൊക്കെ ആവുന്ന സമയത്തും ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. നമുക്ക് ആ സമയത്ത് ഒരു 45-50 years ആയി. ഓക്കെ, 45-50 years ഒക്കെ ആവുന്ന സമയത്ത് നമ്മുടെ കുട്ടികളുടെ കല്യാണം അല്ലെങ്കിൽ അവരുടെ എഡ്യൂക്കേഷൻ, ഹയർ എഡ്യൂക്കേഷൻ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലൊക്കെ എത്തുന്ന സമയത്ത് നമ്മൾ ഒരു ബാങ്ക് ലോണിനോ അല്ലെങ്കിൽ സേവിങ്സോ എടുത്ത് നമ്മൾ ഇതിനു വേണ്ടിയിട്ട് വിനിയോഗിക്കുന്നതിന് പകരം നമ്മൾ ഈ ചെയ്ത ഇൻവെസ്റ്റ്മെന്റ് ആ സമയത്ത് ഒന്നല്ല പല ഗോൾസ് നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. സോ ഇതാണ് SIPയുടെ ഒരു ഏറ്റവും വലിയ ബെനിഫിറ്റും
ഇതാണ് ആക്ച്വലി എല്ലാവർക്കും ഒരു എൻകറേജ്മെന്റ് ഫാക്ടറായിട്ട് SIP മാറുന്നത്. സോ ഇതിന്റെ SIP കുറിച്ചോ അല്ലെങ്കിൽ ഈ ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ചിട്ടുള്ള നമ്മുടെ കോൺവെർസേഷൻ ഇവിടെ തീരുന്നില്ല. ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ചാണെങ്കിലും ഈ നമ്മൾ ഇനി അടുത്ത വീഡിയോസും ഇതിന്റെ ഒരു കണ്ടിന്യൂഷൻ എന്നുള്ള രീതിയിൽ ഒരു സെക്കൻഡ് പാർട്ട് എന്നുള്ള രീതിയിൽ വരും. അതിനകത്ത് നമ്മൾ SIP പോലെ തന്നെയുള്ള STP, SWP, അതുപോലെ തന്നെ ലംസം ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ നമുക്ക് അതിനകത്ത് പറഞ്ഞു പോവാം. അതിന്റെ ബെനിഫിറ്റ്സും കാര്യങ്ങളെല്ലാം പറഞ്ഞു പോകാം. അതിന്റെ കൂടുതൽ നമ്മൾ ഇപ്പൊ ഈ പറഞ്ഞ പോയിന്റ്സ് നമ്മൾ ചിലപ്പോൾ അടുത്ത പാർട്ടിലും റീഐറ്ററേറ്റ് ചെയ്യും. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. സോ കീപ് സപ്പോർട്ടിങ് മീ, കീപ് liking my videos, subscribe my videos, and if you find this very interesting, then please share it with your friends and family. Happy investing. Bye.